സുഹൃത്തുക്കളെ, നമസ്കാരം. വൈപ്പിൻ തെക്കേ അറ്റം മുതൽ വൈപ്പിനിലെ വടക്കേ അറ്റത്തുള്ള മുനമ്പം ബീച്ച് വഖഫ് ദുരിതമനുഭവിക്കുന്ന ആ ജനം സമരമിരിക്കുന്ന പന്തൽ വരെ നീളുന്ന 27 കിലോമീറ്ററുകൾ വലിയ ഒരു മനുഷ്യച്ചങ്ങല ജനുവരി 5-ാം തീയതി വൈകിട്ട് 4 മണിക്ക് ഒരുങ്ങുന്നതായി അറിയുന്നതിൽ വളരെ സന്തോഷം. എന്തുകൊണ്ട് വൈപ്പിൻകാർ എല്ലാവരും ജാതി മത ഭേദമന്യേ എന്തുകൊണ്ട് എല്ലാവരും അതിൽ അണിചേരണം? ഒന്ന്, മുനമ്പം വൈപ്പിൻ ദ്വീപിൻ്റെ ഭാഗമാണ്. കഴിഞ്ഞ 2 വർഷവും 10 മാസങ്ങളുമായി റവന്യൂ അറസ്റ്റിൽ ആയിരിക്കുന്നത് നമ്മുടെ സഹോദരങ്ങളാണ്. അവിടെ ക്രൈസ്തവനെന്നോ അല്ലെങ്കിൽ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ നമ്മുടെ സഹോദരങ്ങളോട് കൈ കോർക്കേണ്ടത്, ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടത് വൈപ്പിൻകാരായ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. ഞാനും ഒരു വൈപ്പിൻകാരനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മുനമ്പംകാർക്ക് പൂർണ്ണമായ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. അന്ന് ആ മനുഷ്യ ചങ്ങലയെ കൈകോർക്കാൻ ഞാനും ഉണ്ടാവും. എന്തുകൊണ്ട് മുനമ്പംകാരുടെ ഈ പ്രശ്നത്തിൽ നമ്മളെല്ലാവരും വൈപ്പിൻകാർ കൈകോർക്കണം? അതിന് മറ്റൊരു ഉത്തരമുണ്ട്. അത് ഇന്ന് വഖഫ് അസറ്റ് മാനേജ്മെന്റ് സിസ്റ്റം ഓഫ് ഇന്ത്യ എന്ന ആ ഔദ്യോഗികമായ പോർട്ടലിൽ, അതായത് സെൻട്രൽ വഖഫ് കൗൺസിലിൻ്റെ ഔദ്യോഗിക പോർട്ടലിൽ നമ്മൾ നോക്കുമ്പോൾ 53,297 സ്ഥലനാമങ്ങൾ കാണാം. കേരളത്തിലെ സ്ഥലനാമങ്ങൾ. അതിൽ 1186 സ്ഥലനാമങ്ങളെക്കുറിച്ചേ വിവരങ്ങൾ ലഭ്യമായുള്ളൂ. ഏത് സർവേ നമ്പർ, എത്ര വിസ്തീർണം, ഏത് അതിര്, ഇങ്ങനെയൊക്കെയുള്ള ധാരണ നമുക്ക് ലഭിക്കുന്നത് വെറും 1186 സ്ഥലങ്ങൾക്ക് മാത്രം. ബാക്കി 52,111 സ്ഥലനാമങ്ങൾ ഇന്ന് ആ വെബ്സൈറ്റിൽ കാണാം. അവിടെ നമുക്ക് ഒരു രീതിയിലും ഇത് ഏത് സ്ഥലമാണെന്നോ ആ സ്ഥലത്തിൻ്റെ വ്യാപ്തി എന്താണെന്നോ അതിൻ്റെ സ്വഭാവം എന്താണെന്നോ ഒന്നും തിരിച്ചറിയാൻ മാർഗമില്ല. ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ എല്ലാവരും വലിയൊരു ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ 52,111 സ്ഥലനാമങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ ആ സ്ഥലത്തുള്ളവരെല്ലാവരും തീർച്ചയായും ജാഗ്രത മാത്രം പോരാ, ഭയപ്പെടുക തന്നെ വേണം. മുനമ്പത്തെ ജനം അനുഭവിക്കുന്നത് നമ്മൾ അറിയുകയാണ്. അതുകൊണ്ട് ഞാൻ പറയും, വൈപ്പിൻ നിവാസികളെല്ലാവരും ഈ മനുഷ്യച്ചങ്ങലയിൽ കൈകോർക്കണം, ജാതിമത വ്യത്യാസമില്ലാതെ. നോക്കൂ, 1186 സ്ഥലങ്ങളെക്കുറിച്ച് നമുക്കറിയാമെന്ന് പറഞ്ഞല്ലോ. അതിൽ 1006 സ്ഥലങ്ങളും തർക്കത്തിലാണ്. 1006 സ്ഥലങ്ങളിൽ വഖഫ് ബോർഡും ഈ ഉടമസ്ഥരും തമ്മിൽ തർക്കത്തിലാണ്. കേരളത്തിലെ കാര്യമാണ് പറയുന്നത്. അതിൽ 551 സ്ഥലങ്ങളും നമ്മുടെ മുസ്ലിം സഹോദരങ്ങളുടേതാണ്. തർക്കത്തിലാണ്, വഖഫ് ബോർഡുമായി തർക്കത്തിൽ. കേരളത്തിൽ 551 മുസ്ലിം ഉടമസ്ഥര് തർക്കത്തിലുണ്ട്. ഇനി കേരളത്തിൽ മറ്റു മതസ്ഥര് 445 പേരാണ് വഖഫ് ബോർഡുമായി തർക്കത്തിൽ ആയിട്ടുള്ളത്. നോക്കൂ, മുനമ്പം ജനത 3 വർഷമായി അവരുടെ അവസ്ഥകൾ വളരെ ദയനീയ അവസ്ഥയാണ്. അവർക്ക് സ്വന്തമായി ഒരു കുടികിടപ്പവകാശ സർട്ടിഫിക്കറ്റ് കിട്ടുമോ? ഇല്ല. അവരുടെ മക്കളുടെ കല്യാണം നടത്താൻ വീടിൻ്റെ ആധാരമൊന്ന് പണയം വയ്ക്കാമെന്ന് വെച്ചാൽ നടക്കുമോ? ഇല്ല. അവരുടെ മക്കളെ പഠിപ്പിക്കാനായിട്ട് ഇത് വിൽക്കാമെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇതുകൊണ്ട് ചെയ്യാമെന്ന് വെച്ചാൽ നടക്കുമോ? ഇല്ല. പോട്ടെ, ഒരു കൊച്ചുമുറി അല്ലെങ്കിൽ ഒരു കക്കൂസ് പണിയണമെന്ന് വെച്ചാൽ നടക്കുമോ?
ഇല്ല. അതുകൊണ്ട് വലിയൊരു റവന്യൂ അറസ്റ്റിന്റെ അവസ്ഥയിലാണ് അവര്. ഒന്നാലോചിച്ച് നോക്കൂ, ഈ അവസ്ഥ എനിക്കും നിങ്ങൾക്കും നാളെയോ മറ്റന്നാളോ വരില്ല എന്നാര് കണ്ടു? അതുകൊണ്ട് എൻ്റെ രണ്ടാമത്തെ വാദം ഇതാണ്: നമ്മളെല്ലാവരും, വൈപ്പിൻകാരെല്ലാവരും അതിൽ ആ മനുഷ്യച്ചങ്ങലയിൽ കൈകോർക്കണം. ഇനി കേരളത്തിലുള്ള സകലരും ആ മനുഷ്യച്ചങ്ങലയിൽ മനസ്സ് കോർക്കണം. ഇനി മൂന്നാമതൊരു കാര്യം കൂടിയുണ്ട്. ആ മനുഷ്യച്ചങ്ങലയ്ക്കായി നിങ്ങൾ കരം കോർക്കുമ്പോൾ, ആ മനുഷ്യച്ചങ്ങലയിൽ നിങ്ങൾ മനസ്സ് കോർക്കുമ്പോൾ, അതോടൊപ്പം വലിയൊരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ നിലകൊള്ളുകയാണ്. എന്താണത്? കിരാതമായ വഖഫ് നിയമത്തിൻ്റെ ഭേദഗതി വേണം എന്ന് നിങ്ങൾ അതിലൂടെ പ്രഖ്യാപിക്കുകയുമാണ്. അത് നരേന്ദ്രമോദി കൊണ്ടുവന്നിരിക്കുന്ന, പാർലമെന്റിൽ കൊണ്ടുവരിക്കുന്നത് പോലെ ആകണമെന്ന് ഒരു നിർബന്ധവും നമുക്കാർക്കുമില്ല. പക്ഷേ അപകടകരങ്ങളായ നിയമങ്ങൾ ചേർന്നിരിക്കുന്നു അതിൽ. നിങ്ങൾക്കറിയാമോ, 2013 അമെൻമെന്റ് നടത്തിയപ്പോൾ അതിലെന്താ കൂട്ടിച്ചേർത്തതെന്നറിയാവോ? എനി പേഴ്സൺ ക്യാൻ മേക്ക് വഖഫ് എന്നാണ്. ഏത് വ്യക്തിക്കും. അതിനു മുൻപ് വരെ 1995 എങ്ങനെയായിരുന്നു വഖഫ് ചെയ്യുന്നത്? ഒരു മുസൽമാന്, അതാണ് ഇസ്ലാം മതത്തിൽ പെട്ടയാൾക്ക് വഖഫ് ചെയ്യാമെന്നായിരുന്നു. പക്ഷേ ഓർക്കണം, 2013 ആർക്കും വഖഫ് ചെയ്യാമെന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്നോ? ഏത് മതത്തിൽപ്പെട്ടയാളുടെയും വഖഫായി പ്രഖ്യാപിക്കാൻ 2 സാക്ഷികളുണ്ടെങ്കിൽ സാധിക്കും എന്നു കൂടിയാണ്. ഇതുപോലെ അപകടകരങ്ങളായ, നോക്കൂ, ടൈം ലിമിറ്റേഷൻ ഇതിലില്ല. നമ്മുടെ ഒരു ഭൂമിയുടെ കാര്യത്തിലാണെങ്കിൽ 12 വർഷം ലിമിറ്റേഷൻ ആക്ട് ഉണ്ട്. അതായത് നമ്മുടെ പറമ്പിൽ ആരെങ്കിലും കയ്യേറുകയോ മറ്റോ ചെയ്താൽ 12 വർഷത്തിനുള്ളിൽ അവരെ ഒഴിപ്പിക്കാൻ കഴിയും. പക്ഷെ 12 വർഷം കഴിഞ്ഞാലോ സാധിക്കില്ല. സർക്കാർ ഭൂമിയാണെങ്കിലോ 30 വർഷത്തേക്ക് സർക്കാരിന് അത് ചെയ്യാൻ കഴിയും. അത് കഴിഞ്ഞാലോ സാധിക്കില്ല. പക്ഷേ വഖഫ് ഭൂമിയാണ് എന്നൊരു ക്ലെയിം വന്നാൽ 1000 വർഷത്തിന് പിന്നിലുള്ള സംഭവമാണെങ്കിൽ പോലും അത് അപ്ലൈ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. എന്തൊരു അപകടകരമായ നിയമമാണ് ചെയ്തു വച്ചിരിക്കുന്നത്. എന്ന് മാത്രമല്ല, വഖഫ് ബോർഡിൽ ഉള്ളവർക്ക് അങ്ങോട്ട് തീരുമാനിക്കാം. വിശ്വസിക്കാൻ കാരണമുണ്ടെങ്കിൽ സെക്ഷൻ 40, വഖഫ് ആക്ട് 1995 സെക്ഷൻ 40 വിശ്വസിക്കാൻ കാരണമുണ്ടെങ്കിൽ അവർക്ക് ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് അവർക്ക് ഡിസൈഡ് ചെയ്യാമെന്നാണ്. അങ്ങനെ ഡിസൈഡ് ചെയ്തതിൻ്റെ, വഖഫ് ബോർഡ് ഡിസൈഡ് ചെയ്തതിൻ്റെ ദുരന്ത ഫലമാണ് ഇപ്പോൾ മുനമ്പത്തുള്ളവർ അനുഭവിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വഖഫ് ആക്ടിൻ്റെ ഭേദഗതി നിശ്ചയമായും നടക്കണം, ശരിയായ രീതിയിൽ നടക്കണം. അതിനുവേണ്ടി കൂടിയാണ് ഈ മനുഷ്യച്ചങ്ങലയിൽ നമ്മൾ കൈകോർക്കുന്നത്, നമ്മൾ മനസ്സ് കോർക്കുന്നത്. അതുകൊണ്ട് ഈ ജനുവരി 5-ാം തീയതി ഫോർട്ട് വൈപ്പിൻ മുതൽ മുനമ്പം വേളാങ്കണ്ണി മാതാ ദേവാലയ അങ്കണത്തിലെ ആ സമരപ്പന്തൽ വരെ നീളുന്ന 27 കിലോമീറ്റർ മനുഷ്യച്ചങ്ങലയിൽ നമ്മളെല്ലാവരും ഉണ്ടായിരിക്കും. വൈപ്പിൻകാർ 25,000 പേര് മാത്രം മതി അതിന്. 25,000 പേര് ഒന്ന് കൈനീട്ടിയാൽ, ആ നീട്ടല്, കയ്യ് വിരിക്കുമ്പോൾ സത്യത്തിൽ ചാങ്കുറപ്പോടെയുള്ള വിരിക്കലാണത്. അത് ഭാരതത്തിൻ്റെ ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള ചങ്കുറപ്പ് കാണിക്കുന്ന ആ കൈവിരിക്കലാണത്. ഭാരതത്തിൻ്റെ മതേതരത്വത്തിനു വേണ്ടി നെഞ്ചുവിരിച്ചു നിൽക്കലാണ് ആ മനുഷ്യ ചങ്ങലയിൽ നമ്മൾ ചെയ്യുക. ഭാരതത്തിൻ്റെ ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള ഒരു മനുഷ്യ ചങ്ങല കൂടിയാണ് അത്. അതുകൊണ്ട് എല്ലാവരും അതിൽ പങ്കെടുക്കണം, അത് വൻ വിജയമാക്കി മാറ്റണം എന്ന് സ്നേഹത്തോടെ ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.